പ്രമുഖ വിദ്യാഭ്യാസ, മനുഷ്യാവകാശ, പരിസ്ഥിതി, രാഷ്ട്രീയ ആശയ പ്രചാരകൻ സോനം വാങ്ചുക് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ജൂൺ 28-ന് ആരംഭിച്ച അനിശ്ചിതകാല ഉപവാസ സമരം 19 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഉപ്പുകലർത്തിയ വെള്ളം മാത്രം കുടിച്ചു തുടരുന്ന ഉപവാസം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചതായി പരിചരിക്കുന്ന ഡോക്ടർമാർ പറയുന്നു. ശരീരത്തിലെ കൊഴുപ്പ് പൂർണ്ണമായും നഷ്ടപ്പെടുകയും പേശികളെ ബാധിക്കുകയും ചെയ്തിരിക്കുന്നു. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വാങ്ചുക് കഠിനമായ വേദനയിലാണ്. ഉപവാസം തുടർന്നാൽ വിവിധ ശരീരാവയവങ്ങൾ തകരാറിലാകും. ഉപവാസ സമരം അവസാനിപ്പിക്കണമെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾക്കൊന്നും വഴങ്ങാൻ തയ്യാറാവാതെ അന്തിമ ലക്ഷ്യം നേടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന നിശ്ചയദാർഢ്യത്തിലാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും അനിർവചനീയമായ മാനസിക സംഘർഷത്തിലേക്കും നിരവധി വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്കും തള്ളിവിട്ട നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേടുകൾ എന്നിവയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തൽസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാങ്ചുക് ഉപവാസം ആരംഭിച്ചത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് നിർണായക പ്രാധാന്യമുള്ള അഖിലേന്ത്യാ പ്രവേശന പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ മതിയായ പരിഷ്കാരങ്ങളും സുതാര്യതയും ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് ആരംഭിച്ച ഓൺലൈൻ പരിഹാസ്യാത്മക പ്രസ്ഥാനമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ വേദിയിലാണ് അദ്ദേഹം അനിശ്ചിതകാല ഉപവാസ സമരം പ്രഖ്യാപിച്ചത്. വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ഇടപെട്ട ഡൽഹി ഹൈക്കോടതി വാങ്ചുക്കിന് മുഴുവൻ സമയ മെഡിക്കൽ നിരീക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നപരിഹാരത്തിനോ രാജ്യം ആദരിക്കുന്ന ഒരു പൊതു പ്രചാരകന്റെ ജീവൻ രക്ഷിക്കുന്ന ഏതെങ്കിലും നടപടി സ്വീകരിക്കുന്നതിന് പറ്റിയോ മോദി സർക്കാർ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. ഭിന്നിപ്പിന്റെ ശക്തികൾ എന്ന് CJPയെ വിശേഷിപ്പിച്ച ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോടും യുവാക്കളോടുമുള്ള മോദി സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും സമീപനം എന്തെന്ന് അസംഗിതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളിതുവരെ വിഷയത്തോട് പ്രതികരിക്കാനോ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരോട് ആശയവിനിമയത്തിനോ തയ്യാറായിട്ടില്ല. സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ് എന്ന തൻ്റെയും തൻ്റെ സർക്കാരിൻ്റെയും മുദ്രാവാക്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വാചാടോപം മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സർക്കാരും ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളതാണ്. തിങ്കളാഴ്ച പുനരാരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ വിജയം എത്ര തന്നെ ശക്തമായി ഉന്നയിച്ചാലും അത് മോദി സർക്കാരിന്റെ ബധിരകർണങ്ങളിലായിരിക്കും പ്രതിക്കുക. മോദി ഷാ പ്രവൃത്തികളുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് വിധേനയും 2029 ശേഷവും അധികാരത്തിൽ തുടരുക എന്നത് തന്നെയാണ്. എല്ലാ ജനാധിപത്യ മര്യാദകളെയും ഭരണഘടനാ മൂല്യങ്ങളെയും രാഷ്ട്രീയ ധാർമ്മികതയെയും കാറ്റിൽ പറത്തി ലോക്സഭാ മണ്ഡല പുനർനിർണയം, വനിതാ സംവരണ ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള കുതന്ത്ര പ്രയോഗത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത്. കാലുമാറ്റങ്ങളിലും MP-മാരെ വിലക്കെടുക്കലിലും ഏർപ്പെട്ടിട്ടുള്ള അവർക്ക് രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും നൈരാശ്യവും രോഷവും സുതാര്യതയ്ക്കും ധാർമ്മികതയ്ക്കും വേണ്ടിയുള്ള മുറവിളികളും ചിന്താവിഷയമേ അല്ല. ജനങ്ങളുടെയും ജനജീവിതത്തിന്റെയും പ്രശ്നങ്ങൾ അവരെ തെല്ലും അലോസരപ്പെടുത്തുന്നില്ല. വിയോജിക്കുന്നവരെയും ചോദ്യം ചോദിക്കുന്നവരെയും ഭിന്നിപ്പിന്റെ ശക്തികൾ, രാജ്യദ്രോഹികൾ, നുരഞ്ഞുകയറ്റക്കാർ തുടങ്ങി മുദ്രകൾ കുത്തി നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം, ദേശീയ സുരക്ഷാ നിയമം തുടങ്ങിയ നിയമങ്ങൾ പ്രയോഗിച്ച് തുറങ്കിലടയ്ക്കാനും നിശബ്ദരാക്കാനും അവർ മടിക്കില്ല. അത്തരക്കാരെ നഗര നക്സലറ്റുകൾ, ഭീകരവാദികൾ, ദേശവിരുദ്ധ ശക്തികൾ എന്ന പേരിൽ കൊല ചെയ്യാനും മടിക്കാത്ത ഫാസിസ്റ്റ് ഭരണകൂടമാണ് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയെ തങ്ങളുടെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കുന്നത്. ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശത്തിനു വേണ്ടി സമരം ചെയ്യാൻ നിർബന്ധിതരായ കർഷകരോടും തൊഴിലാളികളോടും ആശയവിനിമയത്തിന് പോലും തയ്യാറാവാത്ത ഭരണകൂടം നിസ്സംഗതയിൽ രാഷ്ട്ര തലസ്ഥാന അതിർത്തിയിൽ 700-ലേറെ കർഷകരുടെ ജീവൻ അപഹരിക്കപ്പെട്ടതിൽ ഖേദപ്രകടനത്തിന് പോലും മുതിരാത്ത നരാധമന്മാരാണ് രാജ്യത്തിന്റെ അധികാരം കൈയാളുന്നത്. സമ്പത്തുൽപാദനത്തിലെ നിർണായക ശക്തിയായ തൊഴിലാളികളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാനുള്ള വ്യവസ്ഥാപിത സംവിധാനമായ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഒരു ദശകമായി വിളിച്ചുകൂട്ടാതെ അവർക്കെതിരെ നിയമനിർമ്മാണം നടത്തി അവകാശ നിഷേധത്തിനും അടിച്ചമർത്തലുകൾക്കും കാർമ്മികത്വം വഹിക്കുന്ന കോർപ്പറേറ്റ് ദല്ലാൽ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. അത്തരം അവകാശ നിഷേധങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഇരകളായ വിശാല ജനതാ വിഭാഗങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടങ്ങളുടെയും വേദിയിൽ കൈകോർത്ത് ഒരുമിച്ച് മുന്നേറാൻ പൊതുയുഗ ഇന്ത്യൻ പൗരത്വ സന്നദ്ധമാക്കുക എന്നതാണ് രാജ്യം നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളി. അതിൽ ഓരോ ജീവനും നിർണായകമാണ്. ഭരണകൂട ധാർഷ്ട്യത്തിനും ഔദാര്യത്തിനും മുന്നിൽ ബലിയർപ്പിക്കാനുള്ളതല്ല സോനം വാങ്ചുക്കിന്റെ വിലപ്പെട്ട ജീവൻ. വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ ജീവിച്ചിരിക്കുന്ന വാങ്ചുക്കിന് നിർണായക പങ്ക് വഹിക്കാനാകും.